8th സ്റ്റാൻഡേർഡ് മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ സ്ക്വയേഴ്സിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 11. കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ഗിവൺ ബിലോ. 64 സ്ക്വയർ, 35 സ്ക്വയർ, 47 സ്ക്വയർ, 53 സ്ക്വയർ, 88 സ്ക്വയർ. 64 സ്ക്വയർ ഈക്വൽ ടു 60 പ്ലസ് 4 ഹോൾ സ്ക്വയർ. ഫസ്റ്റ് 60 സ്ക്വയർ 2 ഇൻറ്റു ആ 2 ഫിക്സ്ഡ് ആണ്. എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ആ 2 എഴുതാൻ പറ്റും. 2 ഇൻറ്റു 60 ഇൻറ്റു 4 പ്ലസ് 4 സ്ക്വയർ. 60 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്ക്വയർ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. 3600. പിന്നെ അടുത്തത് 2 ഇൻറ്റു 60 ഇൻറ്റു 2 ഇൻറ്റു 60 ഇൻറ്റു 4 ആണ്. അപ്പോൾ 2 6 12 12 ഇൻറ്റു 4 48. ഈ 3 നമ്പറും കൂടി ഇൻറ്റു ചെയ്തിട്ട് എഴുതാം. പിന്നെ 4 സ്ക്വയർ 16. എല്ലാം കൂടെ ആഡ് ചെയ്താൽ 4096. നെക്സ്റ്റ് 35 സ്ക്വയർ 30 പ്ലസ് 5 ഹോൾ സ്ക്വയർ ആണ്. ഫസ്റ്റ് 30ൻ്റെ സ്ക്വയർ എഴുതുക, ലാസ്റ്റ് 5ൻ്റെ സ്ക്വയർ എഴുതുക. നടുക്ക് 2 ഇൻറ്റു 30 ഇൻറ്റു 5. 2 ടൈംസ് 30 ഇൻറ്റു 5 എന്ന് എഴുതാം. നമുക്കത് കിട്ടും 1225 ആണ് കിട്ടുക. ഓർമ്മിക്കേണ്ട കാര്യം ഇതിൻ്റെ സ്ക്വയർ കാണുക, ഈ 3 നമ്പർ ഇൻറ്റു ചെയ്യുക, പിന്നെ 5ൻ്റെ സ്ക്വയർ 25. 47 സ്ക്വയർ 40 പ്ലസ് 7 ഹോൾ സ്ക്വയർ. 40 സ്ക്വയർ പ്ലസ് 2 ടൈംസ് 40 ഇൻറ്റു 7 പ്ലസ് 7 സ്ക്വയർ. 40ൻ്റെ സ്ക്വയർ 1600 വരും. 2 ഇൻറ്റു 4 8, അങ്ങനെ 80 വരും. 80 ഇൻറ്റു 7 8 7s are 56. ഒരു 0 ഇട്ട് കൊടുക്കുക. 7 സ്ക്വയർ 49. 53 സ്ക്വയർ 50 പ്ലസ് 3 ഹോൾ സ്ക്വയർ. 50 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 50 ഇൻറ്റു 3 സ്ക്വയർ. ഈ ഫസ്റ്റിലേത്തിൻ്റെ ലാസ്റ്റിലേത്തിൻ്റെ സ്ക്വയറിന് ശേഷം ഇവിടെ സ്ക്വയർ കഴിഞ്ഞിട്ടൊരു പ്ലസ്, ഇവിടെ സ്ക്വയറിന് മുമ്പേ ഒരു പ്ലസ്. ഈ 3 നമ്പറും ഒരുമിച്ച് ഇൻറ്റു ചെയ്യാം. 2 ഇൻറ്റു 50 100, 100 ഇൻറ്റു 3 300. എല്ലാം കൂടെ ആഡ് ചെയ്താൽ 289. 88 സ്ക്വയർ 80 പ്ലസ് 8 ഹോൾ സ്ക്വയർ. 80 സ്ക്വയർ ലാസ്റ്റ് 8 സ്ക്വയർ വരും. മിഡിൽ 2 ടൈംസ് 80 ഇൻറ്റു 8. ഇത് 64. പിന്നെ 2 0 ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഇൻറ്റു 8. അത് 2 തരത്തിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ 8 8 64 ആണ്. 8 8 64 ആകുമ്പം 80 ഇൻറ്റു 8 640 ഇൻറ്റു 2 1280. അല്ലെങ്കിൽ 2 ഇൻറ്റു 8 16 വരും. അങ്ങനെ ഇത് 160 ഇൻറ്റു 8 കണ്ടാലും ഇത് തന്നെയാണ് ആൻസർ വരിക. 68 സ്ക്വയർ 64 ആഡ് ചെയ്താൽ 7744. ഇതേപോലെ തന്നെയാണ് ഡെസിമലിൻ്റെ സ്ക്വയറും കാണേണ്ടത്. സെയിം മെത്തേഡ് തന്നെയാണ്. 3.7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 0.7 ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് 3 സ്ക്വയറും പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ 7.7 എന്നുള്ളതിന് 0.7 സ്ക്വയർ എന്ന് എഴുതും. പിന്നെ നടുക്ക് 2 ഇൻറ്റു 3.7 എന്ന് പറയുമ്പോൾ 3 പ്ലസ് 0.7 എന്ന് മനസ്സിൽ ഓർമ്മിച്ച് നോക്കണം. അപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 0.7 വരും. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 3 സ്ക്വയർ 9 ആണ്. 2 ഇൻറ്റു 3 6 6 ഇൻറ്റു 7 42 ആണ്. പക്ഷെ ഒരു പോയിൻ്റ് ഉള്ളതുകൊണ്ട് 4.2 വരും. 7 സ്ക്വയർ 49 ആണ്. 0.7 എന്ന് പറയുമ്പോൾ 49 നമ്മൾ 0.49, അതായത് പോയിൻറ്റിൻ്റെ ഒരു പോയിൻറ്റിൻ്റെ സ്ക്വയർ ആണെങ്കിൽ നമ്മുടെ ആൻസറിൽ 2 സ്ഥാനം ഉണ്ടാവണം പോയിൻ്റ് കഴിഞ്ഞിട്ട്. പിന്നെ അത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ഥാനവില നോക്കിയിട്ട് ആഡ് ചെയ്യാം. 5.8 സ്ക്വയറും അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 5.8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു 0.8 പ്ലസ് 0.8 സ്ക്വയർ. 5 സ്ക്വയർ 25 ആണ്. 2 ഇൻറ്റു 5 10. 10 ഇൻറ്റു 0.8 എന്ന് പറഞ്ഞാൽ 8 വരും. 0.8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64. അതും നമ്മുടെ സ്ഥാനവില അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പിന്നെ ആഡ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് കഴിയും. 25ഉം 8ഉം 33 വരും. 33.64 വരും. 13.9 13.09 13 പ്ലസ് 0.9 ഹോൾ സ്ക്വയർ ആണത്. 13 സ്ക്വയറും 0.9 സ്ക്വയറും വരും. നടുക്ക് 2 ഇൻറ്റു 13 ഇൻറ്റു 0.9 വരും. 169 പ്ലസ് 23.4, അതായത് 2ഉം 13ഉം ഇൻറ്റു ചെയ്യുക, 26 കിട്ടും. 26 ഇൻറ്റു 9 234 ആണ് കിട്ടുക. ഒരു പോയിൻ്റ് ഉള്ളത് കൊണ്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. 0.9 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.81. എല്ലാം കൂടെ പ്ലേസ് വാല്യൂ കറക്റ്റ് ചെയ്ത് ആഡ് ചെയ്യാം. പോയിൻ്റ് എപ്പോഴും നമ്പറിന് ശേഷമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ 0.4
അവിടെ 0.4 നേരെ 0.81 ആഡ് ചെയ്യുക, കൃത്യമായിട്ട് ആഡ് ചെയ്യാം. 2.3 സ്ക്വയറും അതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. 8.7ഉം ഇതേ മോഡലിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. 10.1 സ്ക്വയർ, 12.5 സ്ക്വയർ, 15.7 സ്ക്വയർ, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫൈൻഡ് ദി സ്ക്വയേഴ്സ് of the numbers below. 2.3, 8.7, 10.1, 12.5, 15.7. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, ബൈ.